നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, മക്കളുടെ മുന്നിൽ വെച്ച് വളരെ നീചമായ ശബ്ദങ്ങൾ, പ്രയോഗിക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങൾ, വാക്കുകൾ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് വീട്ടുകാരായോ ഉമ്മയോ ഉപ്പയോ കുടുംബങ്ങളോ സംസാരിക്കുന്നത് ഒഴിവാക്കലാണ്. എത്രയോ മദ്രസകൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടങ്ങുന്ന സമയത്ത്, തർക്കിക്കുന്ന സമയത്ത് അവരുടെ ആ വായിൽ നിന്ന് വരുന്ന പദങ്ങൾ വളരെ നീചമായ ശബ്ദങ്ങളാണ്. ഇപ്പൊ പല ഉസ്താദന്മാരും ആ മക്കളുമായി ഒരു ചെറിയ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ പദം എവിടെ നിന്ന് നീ പഠിച്ചു, അത് എവിടെ നിന്ന് നീ കേട്ടു എന്ന് ചോദിക്കുമ്പോ ആ മക്കൾ പറയുന്ന മറുപടി, അത് ഉമ്മ ഉപ്പാനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പ ഉമ്മാനെ വിളിക്കുന്ന പദങ്ങളാണ്. നായ, പന്നി, ഇതുപോലെയുള്ള പറയാൻ പറ്റാത്ത വാക്കുകൾ ചെറിയ ആ പ്രായത്തിൽ നിന്ന്. ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ അവനുണ്ട് ഒരു പഴം ചൊല്ലുണ്ടല്ലോ, ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമോ ജീവിതകാലം. ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമോ ജീവിതകാലം. ചെറിയ ആ പ്രായത്തിൽ പഠിച്ചതെല്ലാം അത് പിന്നെ മറക്കാതെ അതുപോലെ മനസ്സിൽ കൊണ്ടു നടക്കും. നല്ലതായ അവനെയാണ്, ചീത്തയായ അവനെയാണ്. എത്രയോ നല്ല നല്ല വിഷയങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ, എത്രയോ നല്ല നല്ല വിഷയങ്ങൾ. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകനാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മദീനത്തെ പള്ളിയിൽ സജീവമായി എല്ലാ വിഷയങ്ങളിലും, ചിലപ്പോൾ റസൂലുള്ളാഹി എന്തെങ്കിലും സ്വഹാബത്തിനോട് ക്ലാസിന്റെ ഇടയിൽ ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ചോദ്യം ചോദിച്ചാലും വലിയ വലിയ ആളുകൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാ എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ ചെറിയ മോൻ മറുപടി പറയുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. വലിയ ആളുകൾ തന്നെ അന്തം വിട്ടുപോകുന്ന ചെറിയ പ്രായത്തിൽ ഒരു ദിവസം സുബഹി നിസ്കാരത്തിന് വേണ്ടി വന്ന മഹാന്മാരായ സ്വഹാബത്ത് അവർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ സുബഹി നിസ്കാരമാണ്, ഓരോ അസന്നോ തന്നെ സുബഹിയിലാണ്. അവർ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുമ്പോ ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വതക്ക കൊടുത്താണല്ലോ. സുബഹി നിസ്കാരം ഞമ്മള് സുബഹിക്ക് വന്നാണ് കീസെല്ലാം നോക്കിയത്. ഉച്ചക്ക് വരുമ്പോ ചിലപ്പോ 10 രൂപ, അസർക്ക് വരുമ്പോ ചിലപ്പോ 10 രൂപയാണ് കൊടുക്കാൻ, അല്ലെങ്കിൽ പാലെടുക്കാൻ, അല്ലെങ്കിൽ പയം കൊണ്ടുപോകാൻ എന്തിനുണ്ടോ. സുബഹിക്ക് വരുമ്പോ കാര്യം ചിലപ്പോ ഒരാള് കീസെത്തിട്ട് വരും, ചില പൈസ ഒന്നും ഉണ്ടാവും. സുബഹിക്കല്ലേ, സുബഹിക്ക് എന്തിനു പൈസ ആവശ്യമില്ലതാ. അപ്പൊ സുബഹി നിസ്കാരത്തിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വതക്ക കൊടുത്താണല്ലോ. അപ്പൊ അക്കൂട്ടത്തിലുള്ള ചെറിയ കുട്ടിയായ ഉമർ തങ്ങളുടെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൈപൊക്കിയാണ്, യാ റസൂലല്ലാഹ്, ചെറിയ മോനാണ്, കുട്ടിയാണ് പറഞ്ഞ്, ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചാൽ ആ പഠിച്ചത് മരിക്കുന്നത് വരെ അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും അത് പ്രാവർത്തികമായി അവർ കൊണ്ടുവരുന്നതാണ്. മക്കൾക്ക് പഠിപ്പിക്കണോ സ്വതക്ക കൊടുക്കാൻ, നിസ്കരിക്കാൻ. പള്ളിയിലും ചിലപ്പോ വന്നില്ലെങ്കിലും പള്ളിയിൽ ഞമ്മ വരുമ്പോ എന്താ, ഞമ്മ പള്ളിക്ക് വരുമ്പോ മക്കള് ഇങ്ങനെ വന്നതാണ്. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പുതച്ച പുതപ്പന അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊന്ന് പുതപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ട് വരാം, നീ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓരോ വർക്കിന് വരുന്ന ഉപ്പമാരാണ് വിളിക്കുമ്പോൾ നമ്മുടെ സ്വഭാവമാണ്. അത് പഠിക്കുമോ ഒരു മക്കള് ഇനി വലുതായിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. 10 മണി വരെ ഒരു 8 മണി വരെ ഒരു. അപ്പൊ മക്കൾക്ക് പഠിപ്പിക്കേണ്ട പ്രായത്തിൽ പഠിപ്പിക്കണോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൈവക്കിയത. ഉമർ തങ്ങൾക്ക് പോലും അത്ഭുതം. ഉപ്പയും മോനും ഒന്നിച്ചിട്ടാണ് പള്ളിയിൽ വന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുല്ലാഹ്,
ഇന്ന് ഈ സ്വതം കൊടുത്തത് ചോദിച്ചു. അപ്പൊ അബ്ദുള്ള മറുപടി എന്താ പറയും? ഒന്നവിയെ ഞാൻ പള്ളിയിൽ വരുമ്പോ ഞാൻ ചെറിയ കുട്ടിയായിട്ട് അപ്പൊ വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഒരു ഉണക്ക് റൊട്ടി ഉണ്ടായിരുന്നു. അത് എനിക്ക് കടിച്ചിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് സുബൈക്ക് പള്ളിക്ക് വരുമ്പോ എന്റെ കയ്യിൽ എന്റെ ഉമ്മ ഏൽപ്പിച്ചതാണ്. അത് ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ വരുമ്പോ മദീനത്തെ പള്ളിയിലേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട് അയാൾക്ക് ആ ഒരു ഉണക്ക റൊട്ടി ഞാൻ അയാളേക്ക് കൊടുത്തു തോന്നും. ആ ഉണക്ക റൊട്ടി ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു നബിയെ. എപ്പോ സുബൈസ്കാരത്തിലേക്ക് പള്ളിയിൽ കടന്നു വരുമ്പോ കണ്ട പാവപ്പെട്ടവന്റെ കയ്യിൽ സദഖ കൊടുത്തു സയ്യിദുന അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ കുഞ്ഞുമോൻ. മറ്റുള്ള വലിയ വലിയ അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും ഉള്ള മദീനത്തെ വണ്ടിയിൽ ആരും കൈപൊക്കാതിരുന്നപ്പോ കൈപൊക്കിയ ചെറിയ കുഞ്ഞുമോൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഇതാണ് മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. എന്നല്ലാതെ ചില മക്കളെല്ലോ മദ്രസയിൽ കിടന്ന സമയത്ത് തെരിന്റെ പൂരെന്ന് പറഞ്ഞു ഏർന്ന് വരുന്ന ഭയങ്കര ഞമ്മ കേൾക്കാത്ത ശബ്ദങ്ങളും പദങ്ങളാണ് ഇവിടെ മക്കൾ ഇങ്ങനെ പറയുന്നത്. ആരാണ് അതിന്റെ ഉസ്താദന്മാർ, അധ്യാപകരാരാണ്? പരക്കാരായ വരയിലുള്ള ഉമ്മയും ഉപ്പയാണ്. അപ്പൊ മക്കൾ പറയിൽ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിക്കുന്ന സിസ്റ്റമുകൾ, വാക്കുകൾ, അദബുകൾ, അതായിരിക്കും നമ്മുടെ മക്കൾ പിന്നെ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോ മദ്രസയിലോ സ്കൂളിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അതായിരിക്കും. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്തെല്ലാം പഠിപ്പിക്കാറുണ്ട്. അല്ലെ, ഇന്ന് സ്വലാത്തിന്റെ ദിവസങ്ങളിൽ എന്തെല്ലാം ചെറിയ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ മക്കളോട് പഠിപ്പിച്ച കാര്യങ്ങൾ, ഭാര്യമാരോട് പഠിപ്പിച്ച കാര്യങ്ങൾ, ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെയും പഠിപ്പിക്കേണ്ടത്. എത്ര റസൂലുള്ളാഹി തങ്ങളുടെ അത് പറയുന്ന ആ ബൈത്തുകൾ പഠിപ്പിക്കാനുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പുതിയ സിനിമയിൽ വന്ന ഒരു പദ്യം ഉണ്ടായാലും പിറ്റേ ദിവസം അത് കാണാതെ പഠിക്കണം. നമുക്ക് ഉഷാറാണ്, നല്ല പരിഹാരമാക്കി നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ട് വരും. എന്നാലോ നമ്മുടെ മക്കളോട് ഒരു അസ്മി റബ്ബി ജന്നുള്ള പാഠം പറഞ്ഞാൽ അതുപോലും അറിയില്ല. എന്റെ ഉമ്മമാര് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, ഉപ്പമാര് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കന്ന് നമ്മുടെ സദസ്സിലുള്ള ആളുകൾക്ക് അതൊക്കെ അറിയാം. എന്താ കാരണം? അന്ന് നമ്മുടെ ഉമ്മമാരും നമ്മുടെ അച്ഛന്മാരെ നമ്മുടെ പെങ്ങന്മാരെ തൊട്ടിലിട്ട് ആട്ടുമ്പോ നമ്മുടെ ഉമ്മമാരും പാടിയ പാട്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, പദ്യങ്ങൾ നമ്മുടെ ഉമ്മമാർ പാടുമ്പോ അത് നമ്മൾ പാടി വെച്ചു. ഇന്നോ തലഭാഗത്ത് ഏതെങ്കിലും സിനിമയുടെ കാണണം. അതല്ലാതെ വെക്കുന്ന ആളുണ്ട്. എത്രയോ വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മജ്‌ലിസിനോട് വെച്ചിട്ട് തലഭാഗത്ത് അതിന്റെ ആഡിയോ ഓൺ ചെയ്ത് വെക്കും. മക്കൾ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി സമ്മതിക്കും. അത് എത്രയോ വീട്ടുകാർ ഇല്ലാന്നല്ല, കൂടുതൽ എന്തെങ്കിലും സിനിമ ഗാനങ്ങൾ അല്ലെങ്കിൽ മാപ്പിള പാട്ടുകൾ കുട്ടിയുടെ തലഭാഗത്ത് ആഡിയോ ഓൺ ചെയ്തിട്ട് വെക്കും. ആ കുട്ടി ഇങ്ങനെ ആട്ടും. അത് കേട്ട് പഠിച്ച പിന്നെ ഈ മോന് പിന്നെ പാട്ടല്ലാതെ വേറെ പഠിക്കാനാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ പേരമക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരും ചെറിയ മക്കളുള്ള വീട്ടുകാരുണ്ടാവും. അവരൊക്കെയും ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ആ മക്കൾ വലിയ നിഅമത്തായി മാറും. അല്ലാഹു ആ രൂപത്തിൽ നമ്മുടെ മക്കളെ ആക്കിത്തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് വസിയത്ത് ചെയ്തവരാണ്. പടച്ചോനെ ഈ പ്രഭാത സമയം നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധങ്ങളും അബൂബക്കർ തങ്ങൾ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മഹാന്മാരുടെ പേര് പറഞ്ഞ മജ്‌ലിസാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് ആരൊക്കെ ഞങ്ങളുമായി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബേജാറുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇടപാടുകളും
തീർക്കാനും അത് വീടാനും അത് ശിഫയായി കിട്ടാനുമുള്ള വഴികൾ മുഴുവനും നീ തുറന്നു തരണേ അല്ലാ. പലരും അല്ലാ നമ്മുടെ സദസ്സിലുള്ളവരും നമ്മുടെ വീട്ടുകാരും അല്ലാ പലവിധ രോഗങ്ങളും കൊണ്ട് വേദാർത്ഥിയവരാണല്ലോ. ചെറിയ രോഗങ്ങൾ, വലിയ രോഗങ്ങൾ, ഒരുപാട് കാലങ്ങളായി മരുന്ന് കഴിച്ച് ജീവിക്കുന്ന രോഗികൾ എല്ലാവർക്കും പരിപൂർണമായ കാമിലായ ആജിലായ ശിഫാഅ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളും അവരും ചെയ്യുന്ന ഓരോ മഈശത്തിന്റെ വഴികളിലും ഖൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു തരണേ അല്ലാഹ്. ബർക്കത്തിന്റെ വഴികൾ നീ തുറക്കണേ അല്ലാഹ്. പഠിച്ചവനെ നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കണ്ണ് നീ കുളിർമയാക്കി തരണേ റഹ്മാനെ. അല്ലാഹ് കണ്ണ് കുളിർമയാക്കി തരണേ അല്ലാഹ്. മരിച്ചുപോയി നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരു കൂട്ടുകാരൻ മുമ്പ് ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മുതലാളി മരിച്ചുപോയി. ആ മുതലാളിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹ് പഠിച്ചവനെ അങ്ങനെ എത്രയോ അല്ലാഹ് നമ്മുടെ മുതലാളിമാർ, അല്ലാഹ് നമ്മുടെ വീടുകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളിമാർ, അതുപോലെ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വന്നിരുന്നവർ, പള്ളിയെ സ്നേഹിച്ചിരുന്നവർ, പള്ളിയുടെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകൾ എത്രയോ ഈ പള്ളിക്ക് വേണ്ടി അല്ലാഹ് മനസ്സറിഞ്ഞ് സഹായിച്ച ഉമ്മമാരിലും അതുപോലെ ഉപ്പമാരിലും പലരും മരിച്ചുപോയവരാണ്. നമുക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ഉസ്താദന്മാരിൽ, പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവരിൽ, വസ്ത്രം തന്നവരിൽ, സഹായിച്ചവരിൽ അല്ലാഹ് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل.